മിണ്ടാതെ കിടക്കുന്ന കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതേ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് മുത്തുമണീസ്. ഇപ്പം നമ്മുടെ യാത്ര മലപ്പുറത്തേക്കാണ് കേട്ടോ. ഒരു 4 വർഷം മുമ്പ് മലപ്പുറം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഞാനൊരുമാതിരി ടെൻഷൻ അടിച്ച് ഒരു വിഷമത്തിൽ ഒരു മത്ത് പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലവലാ സംസാരിക്കുന്നതും. അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ ഫോണിൽ ഞാൻ പറയുന്ന വോയിസ് റെക്കോർഡും ആയിട്ടില്ലായിരുന്നു. എന്തോ ഭയങ്കര വല്ലാത്തൊരു മത്തിൽ നിന്നപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുക്കേണ്ട വന്നത്. പൊന്നൂസും എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബാഗൊക്കെ കാറിലെടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ 2 ഓർ പാലിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വരുമ്പോൾ 3-4 ദിവസം എടുക്കും, പന്നലാവില്ലേ. പൊന്നൂസിനെ മോണ്ടനെ മാത്രം ഈ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോന്നോ 2-3 ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ കളർ ചെയ്യാനുള്ള സാധനങ്ങളും. ഇത് സിബിടാൻ ഭയങ്കര പാടി. ഈ ബാഗ് ഞങ്ങൾ എടുത്തിട്ട് ഒത്തിരി നാളായിട്ടോ. ഒരുപാട് കാലമായി ആ ബാഗ് എടുത്തിട്ട്. അതുകൊണ്ടാണ് അതാ. അപ്പം ഇറങ്ങാം. ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ സാധനങ്ങൾ ആ ബാഗിലാണ് വെച്ചത്. പക്ഷെ പറ്റിയില്ല. എടുക്കുന്നാണ്ട ഷിയാമ്മയ്ക്ക് കൊടുക്കാൻ പാലെടുത്തേ പൊന്നു. 2 ഓർ പാല്. ബാ ബാ. വാട്ടർ ബോട്ടിൽ അത് നമുക്ക് കുടിക്കാൻ വെള്ളം. ബാ ഇറങ്ങാം. ബാ. എല്ലാം എടുത്തു വെച്ചോ, മറക്കാൻ എടുത്തു പോയി. ഉണ്ണിയപ്പോ ഇവിടെ വെക്കേണ്ട പൊന്നു, ഫ്രണ്ടിൽ വെക്കലേ മറന്നു പോവും. ആ കേറിക്കോ. അപ്പൊ നമ്മള് എന്തുവാ അതിനകത്ത് എന്താടാ അവക്ക് സംസാരശേഷി പോയി എന്നാന്നോ നിന്റെ വിചാരം? അവള് മിണ്ടത്തില്ലയോട്. അവൻ എപ്പോഴും കളിച്ച് വിരിവിരിന്നിരിക്കണം. ഒന്നാമത് എനിക്ക് തല വിരിത്തിരിക്കണം. അപ്പൊ മുത്തുമണി ഞങ്ങൾ ഇറങ്ങി. ഇനി എന്താ പറയുക, പാല് അമ്മയ്ക്കൊന്ന് കൊടുത്തിട്ട് പോണം. ഭയങ്കര വെയിൽ. ഇന്നലെ എന്തുവായിരുന്നു എന്നെ തണുപ്പില്ലയോ? ഏറ്റവും കൂടുതൽ തണുപ്പ്. അപ്പൊ ഇനി പോകുന്ന വഴിയിൽ പൊന്നൂസിന് ഈ ചപ്പല് മേടിക്കണം. ഇവർക്കെല്ലാം ഹീലുള്ള ചപ്പല. അപ്പൊ നടക്കുമ്പം ഒക്കെ എളുപ്പത്തിന് വേണ്ടിട്ട്. ഇന്ന് കല്യാണത്തിന് പോയിട്ട് ഹീലായിരുന്നു ഇട്ടുണ്ടായത്. അത് കാർലിക്കുണ്ട്, പിന്നെ സിൽപ്പറും ഉണ്ട്. പുതിയൊരു ചെരുപ്പും കൂടെ. പിന്നെ നമുക്ക് കട ഇറങ്ങാം. ഇടിക്കാൻ നിർത്തിയാണ് മുത്തുമണീസ്. ഇത് ഏതോ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉറങ്ങിപ്പോയി വണ്ടിയിൽ, സത്യം പറഞ്ഞ. നാണ്ട വരുന്നു. എന്തോ ഒരു ബഹളമായിരുന്നു. ഞാൻ നല്ല ഉറങ്ങി. ഞാൻ ഒരടി വെച്ച് കൊടുത്ത് ഈ കുപ്പി വെച്ച്. പിന്നല്ല ഉണ്ടാക്കാൻ വേണ്ടി ബന്നൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ സമയം കിട്ടിയില്ല. സമയം കിട്ടി. നാണ്ട് ഇവിടെ നോക്കിയപ്പോ അവിടെ ഒരു കടയെ കണ്ട്. ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം. ശരിയാകത്തില്ല. ആ ഭാവ മിണ്ടായിരി. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഒന്ന് മിണ്ടാതെ വാ. വാ. ഇപ്പോൾ ഈ ട്രെൻഡായിട്ട് നിൽക്കുവാണല്ലോ ഈ ബൺ മസ്ക എന്ന് പറയുന്ന സാധനം. പൊന്നൂസ് അതിന് വേണ്ടിയിട്ട് അണ്ണനെ കൊണ്ട് മിൽക്ക് മെയ്ഡ്, അതുപോലെ ബട്ടർ, ബണ്ണൊക്കെ വാങ്ങിച്ച് എൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയമില്ലാതെ ഞാൻ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര നഷ്ടമാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇതിപ്പോൾ ഒരെണ്ണത്തിന് 40 രൂപയായി. നമ്മളവിടെ ഒരു കവറ് ബണ്ണ് വാങ്ങുമ്പോൾ 4 എണ്ണത്തിന് 40 രൂപയുള്ളൂ. ഇവിടെ ഒരെണ്ണത്തിനാണ് 40 രൂപ. അങ്ങനെ ഞങ്ങളൊരു ചായയും ജസ്റ്റ് ഒന്ന് കടിയൊക്കെ കഴിച്ചിട്ട് ഇതേ നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. പൊന്നൂസ് മോണ്ടനെ ബാക്കിൽ വിശാലമായിട്ട് കിടക്കുവാണ്. ഞാനിപ്പോഴും എന്തൊക്കെ, എനിക്ക് യാത്ര പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് തുടക്കത്തിൽ. എന്തോ എനിക്ക് പണ്ടേ അങ്ങനെയാണ്. ഇറങ്ങിയിട്ട് വാങ്ങാം. ബാ ബാ. കുറേ ഞങ്ങൾ ചെരുപ്പയുടെ തപ്പിയാണ് കണ്ടത് ഫ്രണ്ട്സ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ കടകളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഉള്ള അടുത്തൊന്ന് ചെരുപ്പ് പെട്ടെന്ന് മേടിച്ചിട്ട് പാലയ സ്ഥലം. കണ്ടോ ഫ്രണ്ട്സ്, അടിപൊളി പള്ളിയുടെ കുരിശടിയാണേ. കുരിശടിയാണ് ഇത്രയും വലുതാണ്. നമ്മുടെ ഇവിടെ ഒക്കെ കുഞ്ഞു കുരിശടിയാ. എന്തോ മോനൂട്ട കൊടയൊക്കെ. നമ്മൾ കൊട മേടിക്കാനല്ല വന്നത്. അമ്മ പലതും പറയും. അത് അന്ന് ഞാൻ അത് പറഞ്ഞത് മോനൂട്ട, അന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ വേറൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയത്. അപ്പോൾ കൊടയില്ല. മിണ്ടല്ലേ. ഇവനാണ് പറഞ്ഞത് കൊട എനിക്ക് വേണ്ട. കാറി കയറുമ്പോ മുടി എടുത്തരാം. വീട് പൊന്നോ. ഷാജാന്റെ കൊടുത്ത് അത് വെള്ളം. അത് നോക്കട്ടെ അത് എന്റെ കൂട്ടത്ത് തന്നെ ഞാൻ നോക്കാം. എനിക്ക് വരാന്ന് എടുക്കാമല്ലോ.
അതിന് എത്ര നോക്കട്ടെ. കുഴപ്പമില്ല. എന്നാ അത് മതി. അത് ചെറുതാ മോനെ. ഒരളവ് എടുത്തോട്. ഇതാരുടെ എന്തോടാ കോക്കോ? ആ ഗോക്കു പടം വരയ്ക്കുന്നേ. ഓ ശരി. അതെട് മതി മതി. ഇത് ചെരുപ്പിനകത്തങ്ങനെ ഫില്ല് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ഇവര് മേടിച്ചോണ്ട് വന്നെയാണ്. ഓ ആ മതി 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 മതി. ആ മതി. വാ നമുക്ക് കാറി കയറാം. വാ ആണ്ട് അത്ത വന്ന്. വാ വാ മോനോട്ടെ ഇങ്ങോട്ട് കേറ് പെട്ടെന്ന്. ഞങ്ങള് ഇവിടുന്ന് ഒരു പപ്പിയും കൂടെ മേടിച്ചു കേട്ടോ. കേറ് മോനുകുട്ട പെട്ടെന്ന് കേറ്. ഡോറിടാം. ഇവിടെ ഇപ്പുറത്താ. ഇനി നമുക്ക് പാലായിന്ന് നേരെ മലപ്പുറം. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇറങ്ങാം. അത് മതി. കാരണം ഇനി നമ്മൾ ഇറങ്ങി നിന്നാലേ ലേറ്റ് ആവും. അത്ത എന്തേ? അത്ത അവിടെ ഗൂഗിൾ പേ. അപ്പൊ മാറി ഇരുന്നാലും കുഴപ്പമില്ല. 6-7 മണിക്കൂർ യാത്രയല്ലേ. നമ്മളിരിക്കും പൊതുസുമോട്ടൻ ബാളമാണ്. അപ്പോൾ കുറേ ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് കയറിയത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് മുത്തുമണി ഇത് ഫ്ലേവറാണ് സ്നിക്കേഴ്സ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ കുറേ നാളെ മധുരമൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ സമയം പോകാൻ നല്ല കുറച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചതേ. പൊതുവിനെ മോട്ടനെയും കൊണ്ടൊന്നും കൂടി ഞാൻ വണ്ടത് അത്തായും കൂടെ ചതിച്ച പൂർത്തിയായി. എനിക്ക് പറ്റുന്നില്ല. എന്തൊരു കട്ടി കേട്ടോ. ഭയങ്കര കട്ടിയില്ല. ഭാഗ്യം എനിക്ക് വിളിച്ച് മുറിച്ചതാ. ഇത് ഭയങ്കര ഒട്ടിയിരിക്കും. മുട്ടേ എന്തൊരു നടക്കും ഇവിടെ. മുട്ടായിട്ടേ നടക്കുന്നുള്ളൂ. ഞാനാ വേസ്റ്റ് കൊടുക്കുന്ന ഓഹോ മതി. ഇനി കിടന്ന് ഉറങ്ങും. ഒരുപാട് നാളായി മധുരം കഴിച്ചിട്ടാണ് ഇപ്പോഴാ കഴിക്കുന്നേ. ഞാൻ ചായ പോലും മധുരം ഇട്ട് കുടിക്കത്തില്ലായിരുന്നു. സമയം 6:50 ഇങ്ങനൊക്കെ പോലെ സമയം പോകും ഫ്രണ്ട്സ്. അതുകൊണ്ടാ ടിച്ചിരുന്നപ്പോ കളിക്കാന്ന് വിചാരിച്ച് പാട് മോനൊട്ടിന് അറിയാവുന്ന പാടിക്ക. അല്ല എവിടെയെങ്കിലും നിർത്തണം. എല്ലാരും ആർക്ക് അത്താക്കിയോ? ഫസ്റ്റ് അതല്ല. ബാക്കി അത്താക്ക് അറിയത്തില്ല. എവിടാ എനിക്കല്ലേ ആ പോട്. ഇഷ്ടം പോലുണ്ട്. പൊന്നൂസ് പെട്ടെന്ന് റെഡി 1 2 3 സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ. 1 ഇവിടെ ഒത്തിരി നേരം ഒന്നും കാത്തിരിക്കാൻ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊണ്ടവല്ലി കത്തിയേരി ചേട്ട് വിരിയരച്ചോട് ചോ 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 ചാച്ച അമ്മാട് ചോറ് തിന്നാൻ പോടാ. ചം ചം ചമക്ക് ചം 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 ചമക്ക് ചം ചം നീ മീട്ടാതെ മീട്ടും ഗന്ധം വിട്ടുവാലത്തോടെ
നമ്മളിപ്പോ ഒരാളെ പറയത്തില്ല, ആ വ്യക്തി പാടില്ലെങ്കിൽ അയാൾ ഔട്ടാ. അവസാനം നിൽക്കുന്ന ആളാണ് ജയിക്കുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ ഇത് പാടി തീർന്ന് ജയിക്കുന്ന ആരാധന കാണിക്കാം. മുത്തുമണി ഫൈനലി വാ കൊടുത്ത് ഞാൻ ആലോചിക്കട്ടെ. ആലോചന ഒത്തിരി സമയം തരത്തില്ല. അങ്ങ് സുല്ലിട്ട് അങ്ങനെ സുല്ലിട്. ഇതിപ്പോ സ്റ്റാർ സിംഗറിന്റെ ഫൈനലിന്റെ കൂട്ടാണ് കേട്ടോ. താമര പെണ്ണെ എനിക്കറിയാം. ഞങ്ങള് ട്രാഫിക്കിലാണ്. മുത്തോളീസിന് നടക്കുവാണ്. എനിക്കറിയാം. എനിക്ക് 3-4 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. നീ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞില്ലയോ ആകപ്പാടെ സിഗ്നല് 1 മിനിറ്റ്. നീ പെട്ടെന്ന് പറ. എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാടേ. ആ മക്കളെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഇപ്പൊ ഗായകൻ വലിയ ഗായകനാണ് കേട്ടോ. നടക്കുവോ? ഇല്ലാത്ത പാട്ടുകൾ ഉണ്ടാക്കി പാടാനും പിന്നെ ലിറിക്സ് അറിയാതെ പാടാനും ഇവനെ കഴിഞ്ഞുള്ള ആള്. നിങ്ങള് ശല്യം ചെയ്യാതെ 1 മണിക്കൂർ സമയം തരും. പിന്നെ 1 മണിക്കൂർ 1 മണിക്കൂർ അതൊക്കെ ഞാൻ എപ്പോഴും പാടിപ്പോ. എടി നിക്കടി. സമ്മതിക്കും. വണ്ടി ഓടിയാലും എനിക്ക് ആലോചന. വണ്ടി ഓടിയാലും നിനക്ക് ആലോചന വരത്തില്ല. ആലോചിക്കാനുള്ള സമയം തരുന്നില്ല. 10 മിനിറ്റ് സമയം കൂടെ തരുന്നുണ്ട്. അതൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞ് പരമഞ്ഞളും കൊണ്ടുവന്നേക്കുന്നു. നീ തോക്കുന്ന സമയം 10 മിനിറ്റ് കഴിഞ്ഞ്. നീ 10 മിനിറ്റ് കഴിഞ്ഞ് സിഗ്നലിലൊന്നും 10 മിനിറ്റ് ആവുന്നേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അത് പറഞ്ഞിട്ട് ക്യാമറ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫ്രണ്ട്സ്. ഞാൻ ഒരു കാര്യം പറയാം. ഇതിപ്പം നമ്മള് ഈ സിഗ്നലല്ല കിടക്കുന്നത്, ട്രാഫിക് ജാം ആയിട്ട് കിടക്കുക. സിഗ്നൽ ആണെങ്കിൽ 1 മിനിറ്റ് വരും. ഇപ്പൊ 1 മിനിറ്റ് ആണോ മുത്ത നീ ഇങ്ങനെ പാടാതിരിക്കുന്നത്? ശരി മുത്ത, ഇപ്പൊ സമയം 8:17 ഞാൻ നോക്കിക്കോട്ടെ. 2 മിനിറ്റ് സമയം അതിനുള്ളിൽ ഞാൻ പാടില്ലെങ്കിൽ ഞാൻ തോറ്റു. 1+1 2 അല്ലല്ല 2x max. കസ്തൂരിമാല 1+1 2x max 1+1 1 kiss love. അങ്ങനെ പാടും. ലവ് വെച്ച് പാടും. വാ കൊണ്ട് ഞങ്ങള് ഇപ്പൊ 1 മണിക്കൂർ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. എല്ലാം വായും പായും കൊണ്ടുവന്ന് നിർത്തും. വായും തമിഴിലും മലയാളത്തിലുള്ള വായും പായുള്ള എല്ലാം പാടി തീർന്നു. അവസാനം ഞാൻ വായി കൊണ്ടുതന്നെ നിർത്തി. 8:59. എനിക്ക് എന്തിനാ മുത്ത ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ 5 മിനിറ്റ് തോറ്റേ. എന്റെ ചക്കര വേവിയാ തോറ്റ. എന്റെ ചക്കര വേവി അത് ഞാൻ പാടില്ല, നീ പാടിക്കണം, നീ പാടണം. അണ്ണൻ തോറ്റ സുല്ല്. 9 മണിയായി. എനിക്ക് നമ്മളെ സംസാരം ഇല്ല. എനിക്കറിയത്തില്ല എങ്കിൽ ആ അക്ഷരം വെച്ച് നീ പാടിയാലും നീ ജയിക്കൂ. അത് നീ പാടണം. പിന്നെ അല്ലാതെ അത് കൊള്ളാം. ഇപ്പഴേ ഞാൻ പാടാം. ഇപ്പൊ സമയം 9 മണിയായി. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മുത്തേ. പിന്നെ വണ്ടിയാണ് സമയം തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ. അങ്ങനാണെങ്കിൽ മുത്തേ നമ്മള് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പാടിക്കോളാം. നമുക്ക് ആദ്യം നമുക്കൊരു ആൻസർ അറിയത്തില്ലെങ്കിൽ ആൻസർ നീ പറഞ്ഞാലും നീ ജയിക്കൂ അല്ലേ? അതല്ലേ ശരി. അമ്മ തീർന്ന് വെച്ചുള്ളത് മിക്കതും നമുക്ക് എവിടെങ്കിലും നിർത്തി. രണ്ടുപേരും ശരി.
അപ്പൊ മുത്തോണീസ് ഇവിടെ ഈ 2 റോഡ് ഇങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് പിന്നെ ട്രാഫിക് ബ്ലോക്ക് പോലൊക്കെ ആയി കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ പാടിയൊക്കെ വന്നതുകൊണ്ട് സമയം 9 മണിയായി. അപ്പൊ ഇനി എങ്ങനെങ്കിലും ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ ഈ 2 സാധനങ്ങൾ പിന്നെ ഉറങ്ങിപ്പോവും. ഉറങ്ങുന്നേ നല്ലത് കുറച്ചു നേരം. അന്നേരത്തേക്ക് നമുക്ക് മലപ്പുറം എത്തും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഇതേ റോഡ് സൈഡിൽ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കടകളൊന്നും കണ്ടില്ലെങ്കിലോ, ലേറ്റ് ആയി കഴിഞ്ഞാൽ കടയെല്ലാം അടയ്ക്കൂലേ. അങ്ങനത്തെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് പൊന്നൂസ് പറഞ്ഞത്. പൊന്നൂന് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും അണ്ണം കഴിക്കുന്ന പോലെ നാരങ്ങാനീരൊക്കെ ഒഴിച്ച് ആൾ കഴിക്കും. അങ്ങനെ ചിക്കൻ ഫ്രൈ. പിന്നെ ഞങ്ങളെല്ലാവരും ദോശയാണ് പറഞ്ഞത്. പിന്നെ അണ്ണന് നോൺ വെജ് കഴിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് അണ്ണൻ ഗ്രീൻ പീസ് കറിയും 2 പൊറോട്ടയും വാങ്ങിച്ചു. ഞാനും മോനക്കുട്ടനും പൊന്നൂസും ചിക്കൻ ഫ്രൈയും ഓംലെറ്റ് ദോശ. സമയം 12:36. അപ്പം നമ്മൾ മലപ്പുറത്തെത്തി. പൊന്നൂസും മോനക്കുട്ടനും നല്ല ഉറക്കമാണ്. അങ്ങനെ ഇതേ നമ്മുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നേരെ റൂമിലോട്ടൊന്ന് വന്ന് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 പേർക്കും സുഖമായിട്ട് കിടക്കാൻ പറ്റിയ നല്ല ക്ലീനൊക്കെ ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. അപ്പോൾ ഇനി ബാക്കി വിശേഷമൊക്കെ രാവിലെ. ഗുഡ് മോർണിംഗ് മുത്തുമണി. സമയം ഇപ്പം 7:50 കേട്ടോ. ഞങ്ങൾ 7 മണിയായപ്പോഴേ എഴുന്നേറ്റ് റെഡിയായി. അപ്പോൾ 8:30 ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പം നമ്മൾ മലപ്പുറത്താണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മുത്തുമണീസ്. അണ്ണന് മുടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അണ്ണൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ പ്രസവവും സിസേറിയനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത്ര കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. പനി വന്നാൽ ആശുപത്രി പോകാനും ഒക്കെ. ഈ അണ്ണന് പനി വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇപ്പം ഇത്രയും മണിക്കൂർ നീണ്ട ഒരു പ്രക്രിയയ്ക്ക് ഇരുന്ന് കൊടുക്കാൻ പോകുന്നതും അത്രയും കുറച്ച് പെയിൻഫുള്ളും കാര്യങ്ങളും ഒക്കെ ആണ്. അപ്പം അതിനൊക്കെ ഇനി പോകുന്നതും പിന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം റെസ്റ്റ് ആയിരിക്കും. അപ്പം അതിനൊക്കെ ഇരുന്ന് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇന്നലെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഭയങ്കര അങ്ങ് ടെൻഷനും കാര്യം. ഞാൻ ഇപ്പോൾ അണ്ണനോട് പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ടെൻഷനും കാര്യമൊക്കെ ഉള്ളതാണ്. പിന്നെ എന്താ പറയുക, ഇതിന് കുറച്ചൊക്കെ കാരണം ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോഴായാലും പല ആൾക്കാരും ബാഡ് കമൻ്റായിട്ട് ഈ അണ്ണൻ്റെ മുടി നോക്ക്, പിന്നെ നിങ്ങൾക്ക് കാശൊക്കെ ഉണ്ടല്ലോ ഒരു വിഗ് വാങ്ങിച്ച് വെച്ചുകൂടെ, ഇങ്ങനെയൊക്കെ ഒത്തിരി ബാഡ് കമൻസ് ഒക്കെ. പക്ഷെ അപ്പം നമുക്ക് ഞാനിങ്ങനെ കമൻസ് ഒന്നും വലിയ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ അങ്ങനെ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം വരുമല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള ആൽബവും ഇപ്പം ശേഷം ഉള്ള നമ്മുടെ ഒരു ലുക്ക് കൂടെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പം അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെ നല്ല മുടിയായിരുന്നു. ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പോക്കറ്റ് ചീപ്പ ചുമ്മാ ജീവിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ സൗദി അറേബ്യയിൽ പോയി. അതെ, പിന്നെ നമുക്ക് വേണ്ടി തന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് ഓരോ വർഷവും ലീവിന് വരുമ്പോൾ ആ ഒരു 10 വർഷം ലീവിന് വരുമ്പോൾ എല്ലാം അണ്ണൻ കുറച്ച് ഉള്ളു കുറഞ്ഞ് ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മളിപ്പോൾ ഓരോ ലീവിന് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ മുടി കുറഞ്ഞ് വരും. അപ്പോൾ അവരുടെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മളിവിടെ നല്ല ഫുഡും കഴിച്ച് വസ്ത്രമൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ അഭിമാനത്തോടൊക്കെ പറയാൻ പറ്റും, അണ്ണ ഇങ്ങനെ ആരോഗ്യവും കാര്യമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനും മക്കളൊക്കെ നല്ലപോലെ ഇരുന്നു ജീവിച്ചു എന്നൊക്കെ. അപ്പം അത് നമുക്ക് പുറമേന്ന് കാണുന്നവരെ നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻ്റൊക്കെ ഇടുമായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും ഒരു ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തൊപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ ബാഡ് കമൻസ് ഇടുമായിരുന്നു. അപ്പം അണ്ണന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെ, അണ്ണന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ തന്നെ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ പലരും ഒക്കെ പറഞ്ഞപ്പോഴും അണ്ണൻ പറഞ്ഞ സാരമില്ല, എൻ്റെ ഒരു ആഗ്രഹം സാധിക്കട്ടെ എന്ന് വെച്ചാൽ മനസ്സിൽ അത്ര അണ്ണന് ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്ത് അറിയുന്നുണ്ട് പിന്നെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ അവിടെയും നമുക്ക് കൊല്ലം എറണാകുളം ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മലപ്പുറത്ത് വന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, അത്രയും
നല്ലൊരു സ്ഥലത്ത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം സേഫായിട്ടിരിക്കണം, നല്ല ഇതായിട്ടിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടിട്ടാണ് നമ്മൾ മലപ്പുറം വരെ വന്നത്. ഇവിടെ ലൂമിനാർ എന്ന് പറയുന്ന അവിടത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ പേര് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ മലപ്പുറം വരെ ഏതാണ്ട് 1 വർഷമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. 1 വർഷത്തിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അണ്ണൻ തന്നെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹിച്ചിരുന്നിട്ട് പിന്നെ അണ്ണൻ പറഞ്ഞ് വേണ്ട. കാരണം വെച്ചാൽ ആ സമയം നമുക്ക് പാലുകാച്ചിൻ്റെ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് 3 മാസം തൊപ്പി വെക്കാൻ പറ്റത്തില്ല. പിന്നെ 10 ദിവസം നല്ല റെസ്റ്റ് എടുക്കണം, കാറിലോ ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പം അണ്ണൻ വീട് പണിയുടെ കാര്യമായിട്ട് അണ്ണൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പോണമല്ലോ ഇരുന്നതാണ്. പിന്നീട് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വീട് പണി കാര്യങ്ങളൊക്കെ ആയി. അത്താക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കേറുമ്പോ 3500 മുടി വെച്ചു. ഭയങ്കര ഇനിയിപ്പോ ഇപ്പൊ ഈ തൊപ്പിയിട്ടിരിക്കും, തിരിച്ചു വരുമ്പോ വേറെ ലുക്കായിരിക്കും. അതെ, ഇനി തൊപ്പി വേണ്ട. ഇനി അങ്ങനെ തൊപ്പി വെക്കാൻ പറ്റത്തില്ല മുടി വെച്ച് കഴിഞ്ഞ്. എല്ലാം കിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഇനി തൊപ്പി വെക്കണ്ട. എന്തോ പൊന്നു പറ, എന്തുവാ സത്യം പറഞ്ഞ അത്താക്ക് തൊപ്പി വെക്കുന്ന ഇഷ്ടമല്ല, മുടി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ തൊപ്പി വെക്കുന്നത്, തല കാണാതിരിക്കും. അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് അണ്ണൻ്റെ സാധിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാം. കാരണം 8:30 ആകുമ്പോൾ പോകണമെന്ന്. ഇനി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയും ഇടയ്ക്കൊക്കെ വേണ്ടേ. അപ്പം നമുക്ക് ബാക്കി നമുക്ക് അണ്ണൻ്റെ പുറകെ അങ്ങ് പോവാം, അകത്തോട്ടൊക്കെ കയറി വാഗ് പോവാം. കുറച്ച് നേരം കിടക്കട്ടെ. താഴെ ലിഫ്റ്റ് ഉണ്ടല്ലോ. മോനൂട്ട് എന്തേണ്ട രാവിലെ കോഫി ഇടേണ്ട പഞ്ചസാര എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. കളയല്ലേ, അവിടെ കൂട്ടല്ലേ. മോണ്ടനും പൊന്നച്ചിന് ഞാൻ സിമ്പിൾ ഡ്രസ്സായിട്ട് കൊടുത്തു. കാരണം അവിടെ അത്രയും നേരമൊക്കെ നിൽക്കണ്ടേല്ലേ. അപ്പം ഞാൻ സിമ്പിൾ ഡ്രസ്സും ഒക്കെ ഇട്ട് കൊടുത്തു. വാ മോനൂട്ട. ആ അതെ, വാ. ഇവര് ജീൻസൊക്കെ ഇട്ട് കൊടുത്താ പണി. അയ്യോ, ഞാൻ കയറാതെ അടച്ചേനെ. ഇന്നലെ നമ്മൾ കാറിലും 8 മണിക്കൂറൊക്കെ AC ഇരുന്നും പിന്നെ റൂമിലും ഒക്കെ ആയപ്പോൾ എനിക്കും അണ്ണനും മൂക്കിൽ ഭയങ്കര വിമ്മിഷ്ടം, നീറ്റല്, എനിക്ക് തൊണ്ട ഭയങ്കര. ഞാൻ ഇന്നലെ ഏലാദിയുടെ ആ ഒരു മുട്ടായും കഴിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയത്. ഒരു ബുദ്ധിമുട്ട്. ഇവർക്ക് രണ്ടുപേരും കുഴപ്പമില്ല, പടച്ചോൻ സഹായിച്ചില്ല, അത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ ഇവരുടെ ഗുളികയോ അല്ലെങ്കിൽ മരുന്നോ അങ്ങനെ ഒന്നും നമ്മൾ എടുത്തോണ്ട് വന്നിട്ടില്ല, അതൊരു പണിയായനെ. ബാ, ഒന്നും ഇല്ലായിരിക്കട്ടെ. 3 എണ്ണത്തിന് ഞാൻ നോക്കണ്ട വരും. ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പോവാണേ. ഫുഡ് കഴിക്കണ്ടേ? ആ, ഫുഡ് കഴിക്കാം. കേറിക്കോ പൊന്നു, നമുക്ക് ഇറങ്ങാൻ. മുത്തുമണി ആദ്യം ഇവർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുത്തിട്ട് ആ വഴി പോവാം. ഇത് മലപ്പുറം തിരൂരാണ് കേട്ടോ, തിരൂര് മലപ്പുറം. വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടു, ഭയങ്കര ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ കഴിയട്ടെ, പക്ഷെ അണ്ണനെ കൊണ്ട് പോകാൻ പറ്റൂല. അണ്ണൻ ഇനി 7 ദിവസം റെസ്റ്റ് അല്ലേ. മിക്കേ കയറട്ടെ. ഈ പൊന്നൂസിന് മാല അലർജി ആട്ടോ. നമ്മൾ എത്ര മാല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ 2 അടി കൊടുക്കുന്ന ഇട്ടായിരുന്നു. എത്ര മാല ഇട്ടുകൊടുത്താലും ഇവള് വൈകുന്നേരം ആകുമ്പോഴേ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഊരി എവിടെയെങ്കിലും ഒക്കെ അങ്ങ് വെക്കും. അതുകൊണ്ട് ഇവർക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ പറ്റില്ല. സ്വർണ്ണം നിയമനെ കൊന്നു വെക്കും. എന്നാലും നമ്മൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഓരോ ഫാൻസി മാല വാങ്ങും. എന്നിട്ട് അവൾക്ക് തോന്നിയ അടുത്ത് ഊരിയിട്ട്. ഇത് ഇന്നലെ രാത്രി കാറി ഊരിയിട്ടതാ, ഇത് പൊട്ടിപ്പോയി. ഞാൻ അത് ശരിയായിക്കൊണ്ടിരിക്കുക. ഞാൻ അല്ലെങ്കിൽ ഇത് പെൺകൊച്ചല്ലിയോ. കാരണം പെൺപിള്ളേർക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 200-300 രൂപ കൊടുത്ത ഓരോ മാല മേടിക്കും. ഇത് ഫ്രണ്ട്സ്, ഇത് ഭൂരി അല്ല കേട്ടോ. എന്തുവാണ് ഇതിന്റെ പേര്? നെയ്പത്തൽ കേട്ടോ. നെയ്പത്തലോ? ആ സോറി, നമ്മുടെ അവിടുത്തെ ഭൂരി, ഇവിടെ നെയ്പത്തലാട്ടോ. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും. ആ, നെയ്പത്തൽ കഴിച്ചോ. നെയ്പത്തല്, കടലക്കറി, ഇത് മുട്ടക്കറി, ഇത് വെജിറ്റബിൾ കുറുമ. സാധാരണ ഇനി ഇറച്ചിയും മീനും കഴിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നും നാളത്തേക്ക് വെക്കണോ. ഓ, മുട്ടക്കറി എന്നാ വേഗം കഴിച്ചാൽ നമുക്ക് വേഗം പോവാം. വേഗം കഴിച്ചാൽ വേഗം ദഹിക്കും. മുട്ടക്കറി മതിയോ? മലപ്പുറംകാരുടെ നെയ്പ്പത്തൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാവോ? നാണൻ ഇഷ്ടപ്പെട്ട ഭൂരി തന്നെ. പിന്നെ കുറച്ച് ജീരകം പോലൊക്കെ കുഴപ്പമുണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പിന്നവാരി
അങ്ങനെ നമ്മൾ എത്തി മുത്തുമണീസ്. നമുക്കകത്തോട്ട് കയറാം. പൊന്നൂസ് മോണ്ടനെ പട്ടിക്കുട്ടിയൊക്കെ എടുത്തോണ്ടാ വന്നത്. അതാ അവിടെ ഇരുന്ന മോനൂട്ടാ. അതാണ് TV കാർട്ടൂണൊക്കെ ഇട്ട് തരും. അവിടെ ഇരുന്ന് ഇപ്പൊ വരാം. വീഡിയോയില് കാണുന്നതും നേരിട്ട് കാണുന്നതും നമ്മൾ ഇത്തിരി വ്യത്യാസമുണ്ട്. ഫോട്ടോയില് സംശയം. ഇവിടുന്ന് ഇപ്പോഴേ നമ്മൾ കുറച്ച് മുടി എടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോ ഇവിടെ empty ആയിട്ട് കാണുമോ? ഇവിടെ ഫുള്ള് പറ്റ അടിക്കും. പറ്റ അടിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും വിട പറയുമോന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ അങ്ങനെ പിന്നീട് പറ്റ അടിക്കാൻ പാടില്ല. ഓ ഇപ്പൊ ഇതിപ്പോ മുടി ഇപ്പൊ നമ്മൾ കളയുമ്പോ ഫുള്ളും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഡോക്ടർ സംസാരിക്കും, ഞാൻ ജസ്റ്റ് ഡോക്ടർ സംസാരിച്ചാൽ. അതായത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിൽ നല്ല തിക്നെസ്സിൽ മാക്സിമം കൂടെ തിക്നെസ് നന്നായി കൊടുക്കാം. അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് ഇതുവരെ ഇടയ്ക്ക് ഏതാ വേണ്ടേ? അണ്ണൻ ഏതാ വേണ്ടേ? ഫ്രണ്ട് മൊത്തം നല്ലപോലെ തിക്കാവുമ്പോഴത്തേക്കും ഇവിടെ ഇതായി കിടക്കും. അല്ലെങ്കിൽ ഇവിടെ എല്ലാം കൂടെ കവർ ചെയ്ത് കുറേശ്ശെ വെക്കാന്നാ ഈ പറയുന്നത്. എന്തോ വേണം? അപ്പൊ ബാക്കി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മറ്റേതാവുമ്പോ ഡിഫ്യൂസ്ഡ് ആയിട്ട് വെക്കുന്ന സമയത്തേ ശരിയാ. അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മോനൂട്ടനും പൊന്നൂസിന് കാത്തുവോ? ഇത് കണ്ട് ഇവർക്ക് കാണാതറിയാം. ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടാ. അടങ്ങിയിരിക്കണ ഒരു ചക്കര ബേബിയെ. അവിടെ പോയിട്ട് കാത്തുവാണ്. ഇല്ല, പൊന്നൂസിനും മോനും കാത്തു വിട്ടു കൊടുത്ത്, അതുകൊണ്ട് ബോറടിക്കത്തില്ല. ഇവിടുന്ന് നല്ല അങ്ങോട്ട് നല്ല വ്യൂ ആണല്ലോ. നോക്കണേ, നല്ല രസമുണ്ടല്ലേ. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ. ക്ലിനിക്ക് മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഇല്ല ഡോക്ടർ വന്നില്ല. ഓരോന്ന് ഇങ്ങനെ പെതുക്കെ ചെയ്യും. ഇവിടെ തന്നെയാ. നമുക്ക് കാണാമല്ലോ, നമുക്ക് കാണാം. അപ്പൊ ശാന്താന്റെ മുടി ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അതെ, അണ്ണ ഈ മുടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ആർക്കും അറിയത്തില്ല. പിന്നെ ബാക്കിൽ അണ്ണൻ്റെ മുടിയുണ്ട് നല്ല. അതാണ് നമ്മളിപ്പോ അതിൽ നിന്നാണ് എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പോകുന്നത്. ചക്കരയാണ്. പൊന്നൂസും മോണ്ടനും പട്ടിക്കുട്ടി എടുത്തോണ്ട് വന്നപ്പോൾ അണ്ണം പെട്ടെന്ന് വഴക്ക് കുറച്ചിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ സമാധാനമായി. TV കാർട്ടൂൺ, ആ പട്ടിയേയും കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കുക. ഈ അണ്ണന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല കേട്ടോ. പിന്നൊരു വെപ്രാളമായിരിക്കും അവിടെ. എങ്ങനെയാണോ എൻ്റെ വീട്ടിലൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പോകുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വിശാലമായിട്ടുള്ള കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നമുക്ക് പേടിക്കണ്ട. അവരവിടെ സേഫായിട്ട് ഇരുന്നോളും. നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം. ഇനിയിപ്പോൾ ഡോക്ടർ വരും. ചോദിക്കാം. നമുക്ക് ഡോക്ടർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയാം. ആർക്കെങ്കിലും ഒരുപാട് പേര് കാണും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളവർ. അവർക്കെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ശരി, റെസ്റ്റ് എടുക്കട്ടെ മുത്തുമണീസ്. ബാക്ക് മാത്രമേ ഉള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിട്ടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹെയർ എടുത്തിട്ട് ഈ ഹെയർ ലൈൻ നോക്കിട്ടേ ഡെൻസിറ്റി കൊടുക്കാം മാക്സിമം. ഒന്ന് ചോദിച്ചാ അപ്പൊ ഈ സെന്ററിന് ഇവിടെ നിന്ന് നോക്കിട്ടാണ് കൂടുതൽ തത്താനും പറ്റില്ല. നമുക്കറിയാലോ, ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും.
കാരണം ഈ ഏജ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ തത്തി കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഡെൻസിറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഏരിയയിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാനുള്ള ഇവിടുന്ന് കിട്ടില്ല, ഗ്രാഫ്റ്റ് കിട്ടില്ല. അല്ല നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്കത്തില്ലല്ലോ ഇവിടുത്തെ, കിട്ടില്ല. പിന്നെ അത് ഉള്ള കൊണ്ട് പിടിച്ചിട്ട് വന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യും. അതാണ് അതിന്റെ ഇത്. പിന്നെ അപ്പൊ ഈ ഏരിയ ഒന്നും ഇത് വെച്ചിട്ട് ക്യാമോഫ്ലേജ് ചെയ്യാനോ ആദ്യം നമുക്ക് ഫ്രണ്ട് വശം അതന്നെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് അങ്ങ് തിക്കായിട്ട് ഇരിക്കട്ടെ എന്നാ വിചാരിക്കുന്നത്. അതാണ് ഫ്രണ്ടാണ് നമ്മൾ ചെയ്യാം. അത് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങള് നമ്മൾ ചെയ്യും. ഈ ഇഞ്ചക്ഷൻസ് പറയും. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണോ ഡോക്ടറെ? എങ്ങനെ GFC എന്ന് പറയും. വർഷത്തിലാണോ? ഓരോ മാസം എടുക്കണം. ടാബ്ലറ്റ് കറക്റ്റ് ഞാൻ പ്രോട്ടോകോൾ നോക്കിയിട്ട് ഞാൻ പറയാം. ആദ്യം എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു 7 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. സ്വെല്ലിങ്ങും ഇതൊക്കെ ഉണ്ടാവും. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് തരും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഹെഡ് വാഷ്. പിന്നെ 8 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിനിടയിൽ വെള്ളം തൊടാൻ പാടില്ല. വെള്ളം അടിക്കണം, പക്ഷെ ഹെഡ് ഇത് പറയില്ലേ പൊറ്റ, ഈ പൊറ്റ വന്നതൊക്കെ എടുത്ത് കളഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെ വെയിൽ കൊണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ കുറയ്ക്കണം, ഇൻഫെക്ഷൻ വരാനും ഇതൊക്കെ നോക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്ന മാതിരി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരേ മാസം നമ്മൾ റിവ്യൂ ചെയ്യണം, ചെക്കപ്പിന് വരാം. അത് നമ്മൾ ചെയ്ത സ്ഥലത്ത് വരാൻ നല്ലത് എപ്പോഴും. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ വഴിക്ക് ഓരോന്നും പറയും. അപ്പൊ ഹെൽമെറ്റോ കാര്യമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊരു 1-2 മാസത്തെ കാര്യമുള്ളൂ. ഇന്ത്യയിൽ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മേടിച്ചാൽ മതി, ഞാൻ അങ്ങനെ ഇത് ചെയ്ത കാരണം വെക്കാൻ പറ്റാന്നൊക്കെ പറയാം. പരമാവധി നമുക്ക് നോക്കാം. അങ്ങനെ പോലീസുകാർ അല്ല നമുക്ക് ഒരു ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം. പക്ഷെ പരമാവധി പറയില്ലേ, നിങ്ങൾ ഈ പുറത്തുള്ള ഷൂട്ടും ഇതൊക്കെ വരുമ്പോ ഞാൻ പറയാം 1 മാസം നമ്മൾ സമയം കൊടുക്കും. ഏതൊരു മുറിവ് വന്നാലും നമ്മള് വെയില് കൊള്ളാതെയും അധികം വിയർക്കാതെയും നമ്മൾ ശ്രദ്ധിക്കുന്ന മാതിരി ഇരിക്കും. കാറിനകത്ത് യൂസ് ചെയ്താൽ കാറില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോളോ അപ്പ് ആണ് ഇതും ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത സ്ഥലത്ത് തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് പ്രൊസീജിയറും കാര്യങ്ങളും BP, പൾസ്, പിന്നെ അലർജി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാമായിരുന്നു. സത്യം പറഞ്ഞാൽ പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ മടിയുള്ള ആളാണ് ഇതായിരിക്കും. ഇഞ്ചക്ഷൻ പേടിയാ? ഇല്ലടാ, പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന അല്ലാതെ വേറെ മെഡിസിൻസ് ഒന്നുമില്ല. കാണണ്ടായോ? അങ്ങോട്ടൊരു കാണണ്ടത്. മക്കൾ വെളിയിൽ പോയി അത്തായ പിന്നെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ വിളിച്ച് കാണിച്ചു തരാം. ഇതിപ്പോ ചുമ്മാ ടെസ്റ്റൊക്കെ ചെയ്യുക. തലയിടിച്ച ഇത് കിത്തിയല്ല, കബോർഡാണോ? ഓക്കെ ഒന്നു കാർട്ടൂൺ കണ്ടോണ്ടിരിച്ചല്ലേ. ചെല്ല് കാർട്ടൂൺ. ഇവനെ വിളിച്ചോണ്ടോ. പൊന്നു നോക്കണ്ട മോനോട്ടനെ. പറ്റാ അമ്മച്ചി വരാം. ചെയ്യുമ്പോ കാണിക്കാം. ഇല്ല ഹെയർ ചീകിടുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അധികം ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ ഡെൻസിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ വരെ ചെയ്തിട്ട് ഹെയർ പുറകിലേക്ക് ചീകിടുമ്പോൾ ഓൾമോസ്റ്റ് ഇത്ര കവറേജ് വരും. നന്നായിട്ട് വളർത്തുന്നതാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടും. മുടി വളരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞ് കിടക്കുമല്ലോ. കാരണം അത്യാവശ്യം ഇത്ര എടുക്കാനുള്ള മുടിയെ നമുക്ക് ബാക്കിലുള്ളൂ. ഫ്രണ്ടില് തിളങ്ങുന്ന രീതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഡെൻസിറ്റി ചെയ്യണം. അധികം ഡെൻസിറ്റി തൊട്ട് ഉള്ളു കാണും. ഫെയറല്ലേ ഇവിടെ. അപ്പൊ അധികം വൈറ്റ് ആകുമ്പോ ചെയ്തിട്ടുണ്ട്. പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായില്ലേ. എടി മുറ്റം മുട്ട അടിച്ചപ്പോ ഇതിനകത്ത് എടുക്കാൻ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഗമ ഓടിയോന്നല്ല. ഗമ ഇച്ചിരി കൂടി മോനോട്ടോ. നരച്ച് ഇങ്ങോട്ട് മാറിയില്ല. ആ അക്ക അമ്മടെ മുടി കൂടെ മുട്ട അടിക്കും. മുട്ടയായ എണ്ണ അങ്ങനെ കണ്ട ഏതൊരു സാമിയെ പോലെ ഇരിക്കുന്നു. അതെ ആന്ന് ശരിയാ. ഉംറയ്ക്ക് പോയപ്പോഴൊക്കെ അത് കഴിഞ്ഞിപ്പോ ഒത്തിരി വർഷമായതിന് ശേഷമല്ലേ ഇങ്ങനെ കാണുന്നേ.
നീ ഇങ്ങ് മാറ്. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലായി. അണ്ണ ആ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് കയറാൻ ഒക്കത്തില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കാണേണ്ട സമാധാനം കിട്ടത്തില്ലയോ? പിന്നെന്തുവാ സമാധാനം? മണിക്കൂറുകളെല്ലാം കിടന്നുകൂടെ? ഇടയ്ക്ക് ഞാനും മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അണ്ണ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ലോക്കലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സങ്കടം. അണ്ണനെ ഇപ്പൊ കയറി കണ്ടായിരുന്നു മുത്തുമണി. ചോരയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ എനിക്കറിയത്തില്ല. അങ്ങനെ ചോരയൊക്കെ ആയിട്ട് കിടന്ന് കണ്ടപ്പോഴേ ഭയങ്കര അങ്ങ് മനസ്സിൽ, കാരണം അണ്ണനെ ഭയങ്കരമായിട്ടൊരു ആരെങ്കിലുമൊക്കെ കളിയാക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഉള്ളിൽ. ഞാൻ ഇങ്ങനെ ഒത്തിരി പറഞ്ഞു അണ്ണനെ ഭയങ്കര ചിലപ്പോൾ ഇത് ഈ മരവിപ്പൊക്കെ മാറിയതിന് ശേഷം പെയിനായിരിക്കും. പണ്ടമനോ അവൻ സാരമില്ല, അതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. കാരണം അത്രയും ഒരു ആഗ്രഹമായിരിക്കും ചിലപ്പോൾ ഈ എവിടെ പോയാലും തൊപ്പി എന്നൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ ഇപ്പം തന്നെ അണ്ണൻ ഞാൻ 33 വയസ്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കുറേ പേര് കമൻ്റ് ഇട്ട് 33 വയസ്സെന്ന്, ഇവന് കഴിഞ്ഞ വർഷം 33 വയസ്സെന്ന് ഇവള് കള്ളം പറഞ്ഞതൊക്കെ. അപ്പോൾ മുടിയില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പ്രായം തോന്നിക്കുന്നതും ഒക്കെ. അപ്പോൾ അണ്ണന് മനസ്സിൽ വിഷമം കാണും. അണ്ണ അങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സങ്ങ് ഭയങ്കരമായിട്ട് വിങ്ങിപ്പോയി. പാവം, ഒരാഗ്രഹത്തിന് വേണ്ടിയേ കഷ്ടം. ഞാൻ താഴെ കടയിൽ പോയി പൊന്നൂസിന് മോണ്ടൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ ഇങ്ങനെ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ താഴെ ഇറങ്ങിപ്പോയി സാധനങ്ങളൊക്കെ മേടിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അണ്ണ അതും ഇതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പം പിള്ളേർക്ക് ഉച്ചയ്ക്ക് എന്തോ കൊടുക്കും, കട ഇറങ്ങി പോവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ പൊക്കോളാം, അണ്ണാ ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്നൊക്കെ പറഞ്ഞു. നരച്ച് പൊടി ഞാൻ പോയി മിണ്ടാതെ കിടക്കുന്ന കണ്ടപ്പോഴേ ഭയങ്കര ഒരു വിഷമം. ഇങ്ങനെ കമന്നല്ല കിടക്കുന്നത്. അപ്പം ഞാൻ വിളിച്ച് അണ്ണെ, അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂളിയ നേരക്കൊരു കണ്ടപ്പോൾ ഒരു വിഷമം. ഞാൻ പോയി പൊന്നൂസിന് മുണ്ടന് വല്ല വാങ്ങിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിശന്ന് വലഞ്ഞു മുത്തോണി. ശരി. എനിക്ക് ഭയങ്കര അപ്പുറത്ത് ക്ലോസ് ചെയ്ത് പോകണമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് പോകണ്ട, അവിടെ പിന്നെ പൊരിപ്പ് സാധനം കിട്ടുള്ളൂ. പിന്നെ ഞാൻ കാറിലെ ബേക്കറിയിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ പൊന്നൂസിനെ കൊണ്ട് സാധനം വാങ്ങിയത്. അതൊക്കെ ഒരു കാര്യത്തിനും ഇവിടെ ടെൻഷൻ ഇല്ല. ഒരെണ്ണം വെജിറ്റബിൾ പപ്സ് അത്താക്കി. അണ്ണന് ഇറച്ചിയൊന്നും കഴിക്കരുത് കേട്ടോ. മക്കൾക്ക് മുട്ട പപ്സ് അമ്മ എടുത്തത്. അമ്മ കണ്ട് ഒരുപാട് പേര് ചെയ്തിട്ട് വന്ന ട്രീറ്റ്മെന്റിന് ഇരിക്കുന്നു. മൊക്കളിനെ അങ്ങോട്ട് മാറിയിട്ട് എടുത്ത് കടിച്ചിരുന്നേ. മോൻകൂട്ട് അടുത്തോട്ടിരുന്നേ, അടുത്തോട്ടിരുന്നേ. അതെ, ഇവിടെ എല്ലാം ആക്കും. ഉള്ളാവോ പപ്സ്? ടേസ്റ്റ് ഉണ്ടോ മോൻകുട്ടനാ? നമ്മുടെ സോനാപ്പപ്പ പൊടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ്, മുറുക്ക്, പിന്നെ ഇത് ബിസ്ക്കറ്റ്, പിന്നെ കപ്പ് കേക്ക്, ഇത്ര സാധനം മേടിച്ചു. ഇതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, അഹങ്കാരം കാണിക്കാതെ കേട്ടാ. പിന്നെ നമുക്ക് ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ അയ്യോ എൻ്റെ ചക്കര വേവി എല്ലാം കഴിച്ചോ? ഇല്ല 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 കഴിച്ചോ? അത്താക്ക് മാത്രമുള്ള ചോറ്, അത്താക്ക് ഇറച്ചി മീനൊന്നും തിന്നൂടല്ലോ. മക്കൾ എങ്ങനെ അത്ത തിന്നത്തെ? എങ്ങനെ ഉണ്ട് മുത്തേ? എങ്ങനെ ഉണ്ടോടി പെണ്ണേ? നല്ല തലവേദന ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ നല്ല ഇവിടുത്തെ ആന്റി അടുത്ത് പറഞ്ഞ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. നല്ല മലപ്പുറത്തെ മീൽസ് നല്ല കേട്ടോ.
മത്തങ്ങായും വൻപയർ ഉടച്ചുകറി, ചീരക്കറി, നല്ല ഇവിടുന്ന് നമ്മുടെ പുള്ളി പോയി മേടിച്ചോണ്ട് വന്ന ഫുഡ്, നല്ല ഫുഡ് അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല, ഇത്തിരി കഴിക്കാൻ വന്നതാ. പക്ഷേ അടിപൊളി കറി, കറി കൂട്ടിയപ്പോ ടേസ്റ്റ്. മൊത്തം കഴിയും, ഇനിയും നിൽക്കാനും ഉള്ളതാ, ക്ഷീണം. ആ വെള്ളം ഇങ്ങോട്ട് എടുത്തു വിടുന്നേ. ദാണ്ട മുത്തുമണീസ് അവിടെ ആള് 5:35 ഇപ്പൊ സമയം. സാധാരണ രാവിലെ 9, 10 ആയപ്പോൾ കയറിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണ ഇറക്കി, പിന്നെ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഡ്രൈവ് ചെയ്യുക സത്യത്തിൽ ഒരു ചെറിയ മരവിപ്പും കാര്യമൊക്കെ ഉണ്ട്, ചെറിയൊരു പെയിനും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അത് കാണും. പിന്നെ എനിക്ക് ഈ അണ്ണൻ ഡ്രൈവ് ചെയ്യുന്നതിൽ എനിക്ക് ടെൻഷൻ. ഇവിടെ കൊണ്ട് തൊട്ട് അപ്പുറത്താണ് നമ്മളുടെ ഹോട്ടല്. പക്ഷെ ഇനിയും മണിക്കൂറുകൾ, കുറച്ച് പകുതിയല്ലേ ചെയ്തുള്ളൂ, ബാക്കി പകുതി നാളെയാണ് ചെയ്യുന്നത്. അപ്പം 1750 മുടി എടുത്ത് വെച്ചു. ഇനി നാളെ ബാലൻസ് 3000 എത്ര എണ്ണേ? 3500. ഈ 1750 ബാക്കി നാളെ എടുക്കും, എന്നിട്ട് അതും വെക്കും. അതാണ് നാളെ. നാളെയും ഇത്രയും സമയം തന്നെ ആവും, മണിക്കൂറുകളാണ് ഇതിനെടുക്കുന്നത്. ഇനി പുറത്തുനിന്ന് ഇറങ്ങാൻ ഈ അണ്ണൻ ഭയങ്കര ടയേർഡാണ്, ശരീരവും കണ്ടാ അറിയാം ഒരുമാതിരിയാണ് നടക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ നാളത്തെയും കൂടെ കഴിഞ്ഞിട്ട് നാളെ റെസ്റ്റ് ചെയ്ത് മറ്റന്നാളും റെസ്റ്റ് ചെയ്തിട്ട് അണ്ണന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കാം. ഞാൻ മോനൂട്ടനൊന്നും അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചില്ല, എനിക്കങ്ങ് ക്ഷീണം കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്ന് ഉറങ്ങി. മോനൂട്ടൻ മുന്നൂസം ഇങ്ങനെ TV കണ്ടുകൊണ്ട് കിടന്ന് കളിച്ചുകൊണ്ട് കിടന്ന് അവന് ഉഴുന്നോടെ വേണമെന്നൊക്കെ പറഞ്ഞു. അത് വാങ്ങിച്ചോട്ട് നമുക്ക് അങ്ങ് റൂമിൽ പോവാം. അപ്പം അണ്ണൻ്റെ തലയൊക്കെ നാളെ കാണിക്കാം കേട്ടോ മുത്തുമണീസ്, നാളെ കാണിക്കാം. നെസ്റ്റോ കണ്ടപ്പോഴത്തേക്ക് അണ്ണൻ പറഞ്ഞു അവിടെ ഇറങ്ങി എന്തെങ്കിലും മേടിക്കാൻ. അണ്ണന് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു, ജ്യൂസ് വാങ്ങിച്ചു, രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വേഗം ഞാൻ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 2-3 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു, പക്ഷെ ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ല, കാരണം അണ്ണൻ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. എത്തിയതിനും ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എത്തിമുത്തു പോരാ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസത്തെ ഷാദാൻ്റെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഈ പൊന്നൂസിന് മോണ്ടനുള്ള സ്നാക്സ് ഒക്കെ ഇനി നാളെ ഓടിക്കാൻ അല്ല, അവിടെ നിന്ന് ഇറങ്ങി ഓടണ്ടല്ലോ. ഇന്നും വൈകുന്നേരം 5 മണി വരെ. അത് അണ്ണന് കാണിക്കാം. അണ്ണേ നോക്കണേ. അപ്പം നമുക്ക് പോവാം മുത്തുമണീസ്. അയ്യോ എനിക്കിവിടെ കയറാൻ ഒക്കത്തില്ല, താക്കട്ടെ, വായി മുടിയേറി. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയി പൊന്നൂസിനും മോനോട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അണ്ണനും കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഫുള്ളും കാണിക്കാം കേട്ടോ. അണ്ണന് മുടി വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ മാത്രമേ ഉള്ളൂ, ഇനി കുറച്ച് ബാക്കിലോട്ട് വെക്കണം. അപ്പം ഒരു സൈഡിൽ നിന്ന് മാത്രമേ മുടി എടുത്തുള്ളൂ, ഇനി ഈ സൈഡിൽ നിന്ന് എടുത്ത് കുറച്ച് ബാക്കിലോട്ട് വെക്കണം. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് മൊത്തത്തിൽ വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇറങ്ങാം. 9 മണിയാകുമ്പോൾ അവിടെ എത്തണം കേട്ടോ. ഇപ്പം തന്നെ സമയം 8:45. രാവിലെ ഒരു ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത്, കാരണം ചില പൊന്നൂസിനെ മോട്ടനെ അടക്കി ഇരുത്തണമല്ലോ. പിന്നെ ഇന്നധികം പേഷ്യൻസ് കുറവായിരുന്നു, കാരണം 2 ഡോക്ടർമാർ ലീവായിരുന്നു. അതുകൊണ്ട് പൊന്നൂസ് മോട്ടനും വായും ബഹളം വയ്ക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അവിടെ KCBയിലെ ചേട്ടന്മാർ എന്തോ ശരിയാക്കിയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. 9:30 അണ്ണം കയറിയതാണ്, 2 മണിക്കാണ് ലഞ്ച് ബ്രേക്ക് കൊടുത്തത്. അപ്പോൾ മുത്തുമണീസ് ഷാദാൻ്റെ എല്ലാം കഴിഞ്ഞു. കാണിച്ചോടി, കാണിക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത്ര ഓ പഠിച്ചാലേ കളിച്ചാൽ മതി. അതിന് ഡ്രസ്സൂടെ ചെയ്തിട്ട് നമുക്ക് പോവാം. 5:30, 5:45. അങ്ങനെ 2 ദിവസം ഇത്ര മണിക്കൂറില്ലയോ? അയ്യോ. ചെയ്തോടാ, ഞാൻ എന്നാ പുറത്തേക്കാം. ഞാൻ ഗുളിക കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എഴുതി തരാന്ന് പറഞ്ഞു. മുത്തുമണീസ്. അപ്പം നമ്മൾ റൂമിൽ വന്നു. ആകെ ഭയങ്കര തലകറക്കം. ഇപ്പോഴും ഞാൻ അവിടെ ഇങ്ങോട്ട് വരുന്ന റോഡ് സൈഡിൽ ഒരു കൊച്ചു കടയിൽ നിന്ന് ഞങ്ങൾ ചായയും പിന്നെ പാസ്ത, മക്രോണി, എഗ്ഗ് മക്രോണിയൊക്കെ വാങ്ങിച്ചു. പിന്നെ
സാധാരണ തൊട്ട് നോൺ വെജ് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നൂഡിൽസ് ഒക്കെ നെസ്റ്റോയിൽ കയറി അത്താക്ക് കഴിച്ചു. ഇന്ന് മുതലേ ചിക്കനൊക്കെ തിന്നാം. പിന്നെ അത്രേ ഉള്ളൂ മുത്തുമണീസ്. എന്താ പറയുക, റൂമിൽ വന്നു. ഭയങ്കര രാവിലെ 8:30-9 മണി തൊട്ട് ഇരിക്കുമല്ലേ. ഇപ്പോൾ ഒരു 5-5:45 നമ്മൾ കഴിഞ്ഞിറങ്ങിയത്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറി ഇന്ന് കിടക്കണം, ഉറങ്ങണം. എന്നിട്ട് നാളെ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കാരണം അണ്ണനല്ലേ ഇനി ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തായാലും മലപ്പുറത്ത് വന്ന് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട നെസ്റ്റോയിൽ കയറിയപ്പോഴൊക്കെ കേട്ടോ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഇപ്പം അല്ലെങ്കിൽ ഇനി വീഡിയോ ലോങ് ആയിപ്പോവും. പിന്നെ അതുമല്ല ഒന്ന് കുളിക്കണം, ഭയങ്കര ക്ഷീണം. അപ്പം മുത്തുമണി ടാറ്റാ.